Good health and good sense are two of life's greatest blessings. വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നൗ വിത്ത് രമേഷ് വോയ്സ്. പച്ച മലയാളത്തിലൂടെ കിട്ടിലൻ ഇംഗ്ലീഷ്. അപ്പം നമുക്ക് അസുഖങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പറയാമെന്ന് നോക്കാം. വാട്ട്സ് ദ മാറ്റർ എന്ന് ചോദിക്കാം. വാട്ട്സ് ദ മാറ്റർ? ഇപ്പം എനിക്ക് നല്ല സുഖമില്ല എന്ന് പറയുന്നതിന് ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്നല്ല പറയേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഹ്യൂമൻ ഫീലിങ്സ് പൊതുവായിട്ട് ഒക്കെ പ്രസൻറ്റ് സിമ്പിളിലാണ് പറയാം. ഐ ലവ് യു, ഐ എം ഹേറ്റിംഗ് യു എന്ന് പറയില്ല. ഐ എം ഹേറ്റിംഗ് എന്ന് പറയില്ല, ഐ ഹേറ്റ് യു അല്ലേ. ഐ ലൈക്ക് ഇറ്റ്, ഐ എം ലൈക്കിങ് ഇറ്റ് എന്ന് പറയാറില്ല സാധാരണ. അപ്പോൾ അതുപോലെ ഇത് ഐ ഡോണ്ട് ഫീൽ വെൽ എന്നാണ് പറയുന്നത് ഭംഗി. ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര തെറ്റൊന്നുമല്ല ഇതില്ല, അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി നല്ലത് ഐ ഡോണ്ട് ഫീൽ വെൽ എന്നാണ്. അപ്പം അങ്ങനെ പറയാലോ നമുക്ക്, അത് വളരെ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് ഇത്തരം സാധാരണ നമ്മൾ കണ്ടുവരുന്ന സാധാരണ പറയേണ്ടി വരുന്ന ഇത്തരം അസ്വാസ്ഥ്യങ്ങൾ ഏതാണെന്ന് ഒന്ന് നോക്കാം. എ കോഫ്, എ കോൾഡ്, എ ടെമ്പറേച്ചർ, എ ഹെഡേക്ക്, എ സോർ ത്രോട്ട്, എ റണ്ണിങ് നോസ്, എന്താണ് മൂക്കൊലിപ്പ്, ടൂത്ത് ഏക്ക്, സ്റ്റമക്ക് ഏക്ക്, ബാക്ക് ഏക്ക്, പുറം വേദന. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കുറേ രോഗങ്ങളുടെ കൂടെ എന്ന് ചേർത്തിട്ടുണ്ട്. എന്നല്ലാതെ പറയേണ്ട എന്നാണ്, ഒരു എന്നുള്ള അർത്ഥത്തിൽ. അത് വിശദമായിട്ട് വീഡിയോ ഉണ്ടാവും കേട്ടോ, അടുത്ത് തന്നെ ഉണ്ടാവും. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2-3 എണ്ണത്തിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അതങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക. ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. നമ്മളതിനെ അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ മതി. അല്ലാതെ എന്തുകൊണ്ട് ഇവിടെ ചേർക്കുന്നു അവിടെ ചേർക്കുന്നില്ല, ഇതല്ല ഇവിടുത്തെ കാതലായിട്ടുള്ള പ്രശ്നം. ഇനിയിപ്പോൾ ചേർക്കാത്തതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് വിചാരിക്കുക, ബാക്ക് ഏക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പ്രാഥമികമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ബാക്ക് ഏക്കെന്നോ വയറുവേദന എന്നോ സ്റ്റമക്ക് ഏക്കെന്നോ പറയാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ കൂടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി യൂസ് ചെയ്തു എന്നുള്ളത് വലിയൊരു പ്രശ്നമേ അല്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ കൂടി ഈ വഴിക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അത്രയും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ നമ്മൾ എനിക്ക് ഒരു ചുമയുണ്ട്, ഒരു തലവേദന ഉണ്ടെന്ന് പറയാറില്ല. പക്ഷെ ഇംഗ്ലീഷിൽ ഇത്തരം ചില വാക്കുകളുടെ കൂടെ ഒരു എന്നുള്ളതിന് ചേർക്കും, ചിലതിൻ്റെ കൂടെ ചേർക്കില്ല. അപ്പം നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ അല്ലേ? ശരി, ഓക്കെ, സ്റ്റാർട്ട്. വാട്ട്സ് ദ മാറ്റർ? I have a cough. What's the matter? I have a headache. What's the matter? I have a cold. What's the matter? I have a sore throat. What's the matter? I have a running nose. What's the matter? I have toothache. What's the matter? I have stomachache. What's the matter? I have backache. ഇനി അതുപോലെ മറ്റൊരു കാര്യം. ഇപ്പോൾ എൻ്റെ കൈ വേദനിക്കുന്നു. കൈയിന് ഭയങ്കര വേദന അല്ലേ, കാലിന് ഭയങ്കര വേദന, മുട്ടിന് ഭയങ്കര വേദന എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുക, മൈ നീ ഈസ് പെയിനിങ്, മൈ ഹാൻഡ് ഈസ് പെയിനിങ്, മൈ എൽബോ ഈസ് പെയിനിങ്. അങ്ങനെ പറയരുത്. അതൊരു മോശപ്പെട്ട ഇംഗ്ലീഷ് പ്രയോഗമാണ്. പെയിൻ വെച്ചാണ് പറയേണ്ടതെങ്കിൽ ഐ ഹാവ് എ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഇപ്പോൾ കയ്യിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് എ പെയിൻ ഇൻ മൈ ലെഗ്. അല്ലാതെ മൈ ലെഗ് ഈസ് പെയിനിങ്, മൈ ഹാൻഡ് ഈസ് പെയിനിങ് എന്ന് പറയരുത്, മോശമാണ് അത്. ഇനി അതിനേക്കാളും കിട്ടിലൻ സാധനമുണ്ട്. ഹേർട്ട്, HURT, ഹേർട്ട്. ദെൻ ACHE, ഏക്ക്. എൻ്റെ കാല് വേദനിക്കുന്നു എന്നുള്ളതിന് മൈ ലെഗ് ഏക്സ് എന്ന് പറയും. അത്രേ പറയുള്ളൂ. ഈ ഏക്സ് അവിടെ വരാൻ കാരണം ലെഗായ കാരണമാണ്. മൈ ലെഗ്സ് ഏക്ക് എന്ന് പറയും. ഇനി ഹേർട്ട് എന്നുള്ള വാക്ക്, മൈ എൽബോ ഹേർട്സ്, മൈ എൽബോസ് ഹേർട്ട്, മൈ എൽബോ ഹേർട്സ്
മൈ ലെഗ് ഹേർട്സ്. മറ്റൊരു പ്രധാന വ്യത്യാസമുള്ളത് എയ്ക്കും ഹേർട്ടും തമ്മിലാണ്. അത് ശ്രദ്ധിക്കണം. എയ്ക്ക് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു വേദനയാണ്, ഉള്ളിൽ നിന്ന് വരുന്നത്. എന്തെങ്കിലും ഒരു ഉള്ളിലുള്ള ഒരു രോഗത്തിൻ്റെ ലക്ഷണം ആയിട്ട് ഉള്ള വേദനയ്ക്കാണ് എയ്ക്ക് എന്ന് പറയുക. ഹേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ കാലോ കയ്യോ അവിടെ തട്ടി, ഇവിടെ മുട്ടി, ഇവിടെ നിന്ന് പൊട്ടി, ഇവിടെ തട്ടിയപ്പോൾ നീര് വന്നു. അപ്പോൾ ആ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വേദന തന്നെയാണ് ഹേർട്ട് എന്ന് പറയുക. പക്ഷേ ഈ രണ്ട് വ്യത്യാസങ്ങളും ഇപ്പോൾ നമ്മൾ ഭാഷ ഇംഗ്ലീഷിൽ അത് പ്രയോഗിക്കുമ്പോൾ അത്രമാത്രം പ്രകടമല്ല. നിങ്ങൾക്കിപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഒരെണ്ണെങ്കിലും യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ഇത് അവിടെയാണോ, ഇത് ഇവിടെയാണോ, ഇത് ഉള്ളിൽ നിന്നുള്ള വേദനയാണോ? ഈ വേദനയെ കുറിച്ച് പറയുന്ന വഴിക്ക് തന്നെ ഒരു നിമിഷം ചിന്തിച്ചിട്ട്, ഒരു മിനിറ്റ് ചിന്തിച്ചിട്ട്, ഒരു സെക്കൻഡ് കേട്ടോ, എൻ്റെ ഈ വേദന ഉള്ളിൽ നിന്നുള്ളതാണോ പുറമത്തെ താൽക്കാലികമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പറയേണ്ട, ഈ ആവലാതി പറയേണ്ട ആൾ സ്ഥലം വിട്ടുണ്ടാവും. അപ്പോൾ അതിന് നിൽക്കണ്ട, നിങ്ങൾ വെച്ച് കാച്ചിക്കോ. ഇനി ഞാൻ ഈ ചിലതിൻ്റെ കൂടെ വയ്ക്കാൻ പാടില്ല, ചിലതിൻ്റെ കൂടെ വെക്കണം. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട്, അല്ലേ, അതൊക്കെ സെലക്ട് ചെയ്തിട്ട് വയ്ക്കാൻ പാടില്ല, സ്റ്റമക്ക് ഏക്കിൻ്റെ കൂടെ വയ്ക്കാൻ പാടില്ല. ഇതിങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ ഞാൻ പാടും. പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടിലനാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും.